നമസ്കാരം. നമ്മുടെ നാടിന്റെ വികസന സ്വപ്നങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കിഴക്കമ്പലം എന്ന കൊച്ചു പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച വികസന മാതൃകകളിൽ ഒന്നായി മാറിയപ്പോൾ ആ നേട്ടങ്ങളെല്ലാം തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരെ നമ്മൾ കണ്ടു. ഹൈക്കോടതി പോലും ഇത് ബീഹാറാണോ എന്ന് ചോദിക്കേണ്ടി വന്ന ആ സംഭവം നമ്മുടെ ജനാധിപത്യത്തിന് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്. വികസനത്തിനെതിരെ രാഷ്ട്രീയ അതിക്രമം നടത്തുന്ന ഈ ശക്തികൾ ആരാണെന്നും എന്താണ് കിഴക്കമ്പലത്ത് സംഭവിച്ചതെന്നും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. കിഴക്കമ്പലം ഒരിക്കൽ പിന്നോക്കം നിന്നിരുന്ന ഒരു പഞ്ചായത്ത്. എന്നാൽ 2020 എന്ന ജനകീയ പ്രസ്ഥാനം അധികാരത്തിൽ വന്നതോടെ അഴിമതിരഹിതമായ ഭരണം കൊണ്ട് ആ നാടിന്റെ മുഖച്ഛായ തന്നെ മാറി. നികുതിപ്പണം കാര്യക്ഷമമായി ഉപയോഗിച്ച് മികച്ച റോഡുകൾ, സ്കൂളുകൾ, തൊഴിലവസരങ്ങൾ എന്നിവ അവർ ഒരുക്കി. സാധാരണക്കാർക്ക് നിയമപരമായ കാര്യങ്ങൾക്കായി പഞ്ചായത്ത് ഓഫീസിൽ പോകുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിയമം പാലിക്കുന്നവർക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരിടമായി കിഴക്കമ്പലം മാറി. എന്നാൽ ഈ വികസനമൊന്നും രാഷ്ട്രീയ എതിരാളികൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ കിട്ടുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് 2020 തുടങ്ങിയപ്പോൾ തങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെടുമെന്ന് ഭയന്ന് CPM ആ മാർക്കറ്റ് സമരം ചെയ്ത് പൊട്ടിച്ചു. വികസനത്തിന്റെ കാര്യത്തിൽ അവർക്ക് താല്പര്യമില്ല, മറിച്ച് അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ മാത്രമാണ് അവർക്ക് വലുത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഏതെങ്കിലും വികസന പദ്ധതികൾ കൊണ്ടുവന്നാൽ അതിന് തടസ്സം നിൽക്കുക, അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് കിഴക്കമ്പലത്തെ LDF പ്രവർത്തകർ ചെയ്തു വരുന്നത്. കിഴക്കമ്പലത്തെ ബസ് സ്റ്റാൻഡ് നവീകരിക്കാനുള്ള 2020 പദ്ധതി ഇതിനൊരു ഉദാഹരണമാണ്. ലോകോത്തര നിലവാരത്തിലുള്ള AC സൗകര്യങ്ങളുള്ള 5 സ്റ്റാർ സൗകര്യങ്ങളുള്ള ഹോട്ടലും ജിമ്മും അടക്കമുള്ള ഒരു ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണമായിരുന്നു അവരുടെ ലക്ഷ്യം. ഇവിടെ എത്തുന്ന എല്ലാവർക്കും സൗജന്യ ഭക്ഷണം, സ്ത്രീകൾക്ക് സൗജന്യ ജിം പരിശീലനം തുടങ്ങി എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരുക്കാൻ അവർ തയ്യാറെടുത്തു. എന്നാൽ ഈ വികസന പദ്ധതിയെ തകർക്കാനാണ് പതിവ് പോലെ CPMന്റെ ശ്രമം. നിർമ്മാണം പൂർത്തിയാകാറായ ഘട്ടത്തിൽ CPM CITU പ്രവർത്തകർ സംഘടിച്ചെത്തി ബസ് സ്റ്റാൻഡിലേക്ക് ഇരച്ചു കയറി ബാരിക്കേഡുകളും മീഡിയനും തകർത്ത് അവിടെ ഒരു താൽക്കാലിക ഷെഡ് സ്ഥാപിച്ചു. നിർമ്മാണം തടസ്സപ്പെടുത്താനും ബസ് സ്റ്റാൻഡിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനും വേണ്ടിയുള്ള ഈ അതിക്രമത്തിനെതിരെ 2020 ഹൈക്കോടതിയെ സമീപിച്ചു. ഈ കേസ് പരിഗണിച്ച് ജസ്റ്റിസ് നഗരേഷ് നടത്തിയ പരാമർശങ്ങൾ ശ്രദ്ധേയമാണ്. ഇത് ബീഹാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ആൾക്കൂട്ടാധിപത്യം ജനാധിപത്യത്തെ തകർക്കുമെന്നും അതിനെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തണമെന്നും കോടതി പറഞ്ഞു. കയ്യും കെട്ടി നിൽക്കരുത്, ആൾക്കൂട്ടാധിപത്യത്തെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെയും പോകണമെന്ന് പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഒരു വികസന പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന അതിക്രമങ്ങളെക്കുറിച്ചാണ് കോടതി ഇത്രയും കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ഇത് വെറും ഒരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കിഴക്കമ്പലത്ത് നടന്നത് LDFന്റെ വികസന വിരുദ്ധ സമീപനത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ്. ജനങ്ങൾക്ക് ഗുണകരമാകുന്ന എന്തും തങ്ങളുടെ രാഷ്ട്രീയ സങ്കല്പങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക് എതിരാണെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുക എന്നത് അവരുടെ സ്ഥിരം രീതിയാണ്. ഇത് നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് എത്ര വലിയ തടസ്സമാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ തുരങ്കം വയ്ക്കുന്ന ഈ രാഷ്ട്രീയ സംസ്കാരത്തിന് ഒരു മാറ്റം തീർച്ചയായും വരേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.